PMMEYയുടെ സോഫ്റ്റ് ആപ്പ് എങ്ങനെയാണ് നമ്മുടെ ഫോണിൽ അപ്ഡേറ്റ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. അതായത് PMMEYയിൽ പുതിയ മാറ്റങ്ങൾ വരുന്നതിനനുസരിച്ച് സോഫ്റ്റ് ആപ്പിൻ്റെ വെർഷൻ ചേഞ്ച് ചെയ്യാറുണ്ട്. അപ്പോൾ അത്തരത്തിൽ വരുന്ന പുതിയ വെർഷൻ നമ്മുടെ ഫോണിൽ എങ്ങനെയാണ് അപ്ഡേറ്റ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ അതിനായിട്ട് ആദ്യം PMMEY സോഫ്റ്റ് എന്ന ആപ്പ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഇത്തരത്തിൽ ആപ്പ് ഓപ്പൺ ആയിട്ട് വരും. പുതിയ വെർഷൻ വന്നിട്ടുണ്ട് എങ്കിൽ അല്പസമയത്തിനുള്ളിൽ ഇതേ രീതിയിൽ ഡൗൺലോഡിംഗ് എന്നൊരു ചെറിയ സ്ക്രീന് കാണാൻ സാധിക്കും. അതിൽ 0% എന്നും കാണാൻ സാധിക്കും. നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു 0% എന്നുള്ളത് 100% ആകുകയും തുടർന്ന് ഇതേ രീതിയിലൊരു സ്ക്രീന് തെളിഞ്ഞു വരികയും ചെയ്യും. അതിൽ സെറ്റിങ്സ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതേ രീതിയിൽ മറ്റൊരു പേജ് ഓപ്പൺ ആയിട്ട് വരും. അതിൽ ഏറ്റവും മുകളിൽ എലോ ഫ്രം ദി സോഴ്സ് എന്നതിൻ്റെ വലതുവശത്ത് കാണുന്ന ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഉടനെ തന്നെ ഇത്തരത്തിലൊരു പേജ് ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ ഈ ഒരു പേജിൽ ഏറ്റവും താഴെ ഇടതുവശത്തായിട്ട് ഇങ്ങനെ ഒരു ചെറിയ വട്ടം കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതേ രീതിയിൽ ആ ഒരു വട്ടത്തിനകത്ത് നമുക്ക് ചെറിയൊരു ടിക്ക് മാർക്ക് കാണാൻ സാധിക്കും. അതിനുശേഷം വലതുവശത്ത് കാണുന്ന ഈ ഒരു ഓക്കെ ബട്ടണിലെ കൗണ്ട് ഡൗൺ പൂർത്തിയാകുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യുക. കൗണ്ട് ഡൗൺ പൂർത്തിയായി കഴിഞ്ഞാൽ ആ ഒരു ബട്ടൺ ഇതേ രീതിയിൽ നല്ല കടും ചുവപ്പ് നിറത്തിൽ കാണാൻ സാധിക്കും. അതിനുശേഷം അതിൽ ക്ലിക്ക് ചെയ്യുക. അല്പസമയത്തിനുള്ളിൽ നമുക്ക് ഇതേ രീതിയിൽ മറ്റൊരു സ്ക്രീൻ ഓപ്പൺ ആയിട്ട് വരും. അതിൽ അപ്ഡേറ്റ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതേ രീതിയിൽ ഇൻസ്റ്റാളിംഗ് എന്ന് കാണിക്കുന്നതാണ്. അല്പസമയത്തിനുള്ളിൽ തന്നെ ഇൻസ്റ്റാളേഷൻ പൂർത്തിയാവുകയും തുടർന്ന് ആപ്പ് ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നതുമാണ്. ആപ്പ് ഓപ്പൺ ചെയ്താൽ ഏറ്റവും താഴെയായിട്ട് ആപ്പ് വെർഷൻ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൻ്റെ നേരെയായിട്ട് പുതിയ വെർഷൻ നമ്പർ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നോക്കിയാൽ നിലവിൽ ഏത് വെർഷനിലുള്ള PMMEY സോഫ്റ്റ് ആപ്പാണ് നമ്മുടെ ഫോണിലുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ പുതുതായിട്ട് ഓരോ വെർഷനുകളും വരുന്ന മുറക്ക് ഇത്തരത്തിൽ നമുക്കത് ഓട്ടോമാറ്റിക്കായി തന്നെ അപ്ഡേറ്റ് ചെയ്യുവാനും സാധിക്കുന്നതാണ്. എന്നാൽ ചില ഫോണുകളിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇതേ രീതിയിൽ ആപ്പ് അപ്ഡേറ്റ് ആവുകയില്ല. അപ്പോൾ അത്തരം സാഹചര്യത്തിൽ നിങ്ങൾ PMMEYയുടെ സൈറ്റ് ഓപ്പൺ ചെയ്ത് സാധാരണ PMMEY സോഫ്റ്റ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്ന പോലെ തന്നെ ഇൻസ്റ്റാൾ ചെയ്താൽ പുതിയ വെർഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ പ്രൊജക്ട് തലത്തിൽ നിന്നും PMMEY സോഫ്റ്റുമായി ബന്ധപ്പെട്ട പുതിയ വെർഷൻ്റെയും അപ്ഡേഷൻ്റെയും ഒക്കെ അറിയിപ്പ് ലഭിക്കുന്ന മുറയ്ക്ക് നിങ്ങൾ പുതിയ വെർഷൻ അപ്ഡേറ്റ് ആയിട്ടുണ്ടോ എന്ന കാര്യം ചെക്ക് ചെയ്യുക. ഇനി അഥവാ പുതിയ വെർഷൻ അപ്ഡേറ്റ് ആവുന്നില്ല എങ്കിൽ PMMEY സൈറ്റ് ഓപ്പൺ ചെയ്ത് സാധാരണ ഇൻസ്റ്റാൾ ചെയ്യുന്ന പോലെ തന്നെ ഇൻസ്റ്റാൾ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. PMMEY സോഫ്റ്റ് ആപ്പ് എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് വിശദമായിട്ട് മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഇതിൻ്റെ അവസാനത്തിൽ നൽകിയിട്ടുമുണ്ട്.